എൻ്റെ പൊന്ന് സാറന്മാരെ, നാവി നോക്കി ചവിട്ടണം. അവിടെ നാവി നോക്കി ചവിട്ടണം. ചവിട്ടി കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് അവിടെ കിടന്ന് പൊളയണം. ആ ഒരു വേദന കണ്ട് നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചവിട്ടും കൂടെ കൊടുക്കണം അവിടെ നാവിക്ക്. ആ ചവിട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മിനിറ്റ് ഇങ്ങനെ നോക്കി നിൽക്കണം. നോക്കി നിന്നിട്ട് ആ കാലിൻ്റെ ഷൂ വെച്ചിട്ട് അവിടെ തള്ളവരലിൽ ഒരു 3 ചവിട്ട് ചവിട്ടണം. 3 ചവിട്ട്. എന്നിട്ടും സാറന്മാർ ഒരു 2 മിനിറ്റ് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ കാലിലും കൂടെ ഒരു 3 ചവിട്ടും കൂടെ അങ്ങ് ചവിട്ടണം. അത് കണ്ടിട്ട് അവൾ പെട്ടയ്ക്കണം. പെട്ടച്ച് കഴിഞ്ഞിട്ട് അവളോട്ട് ഇന്നിക്കാൻ പറയണം. ഇന്നിച്ചങ്ങോട്ട് കഴിഞ്ഞവൻ നടു നോക്കി തൊഴിക്കണം ഇവളെ പോലുള്ളവളൊക്കെ. അത് കഴിഞ്ഞിട്ട് അവൾ ഒരു മിനിറ്റും കൂടെ കഴിയട്ടെ, എന്നിട്ട് ഇന്നിക്കടി എന്ന് പറയണം. അവളെ കൊണ്ട് ഇന്നിപ്പിക്കണം. അവൾ ഇന്നിച്ചില്ലെങ്കിൽ ഒന്നും കൂടെ കൊടുക്കണം അവിടെ തൊഴി നാട്ടുകുഞ്ഞ്. അത് കഴിഞ്ഞിട്ട് സാറന്മാരൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഒന്നും കൂടെ എണ്ണിക്കാൻ പറയണം. ഇങ്ങനെ തന്നെ സത്യം പറയില്ല, ഇവിടെയൊക്കെ ഏതൊക്കെ രീതി കൊല്ലാൻ പറ്റുന്നോ ആ രീതിയിലൊക്കെ. ഞാൻ ഇന്നലെ പുറത്ത് പോയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞതെല്ലാം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി. എൻ്റെ കിളി പോയി. എന്നിട്ട് അവളെ എണ്ണിപ്പിച്ച് കഴിഞ്ഞിട്ട് അവളെ വായിക്കൊണ്ട് വെള്ളം ഒന്ന് പറയിപ്പിക്കണം. എന്നിട്ട് അടുത്ത് ഒഴിച്ചു കൊടുക്കണം. കുടിപ്പിക്കരുത്, നമ്മളെ ഒന്നും കുടിപ്പിക്കരുത്. എന്നിട്ട് അവിടെ മറ്റേ കൈയും മറിച്ചേ കൈയും കൂടെ ഓട്ടിക്കണം പോലെ പറഞ്ഞാൽ കൂടിപ്പോവും. കാരണം അതുപോലത്തെ ദ്രോഹം ഒന്ന് ആലോചിച്ച് നോക്കി. ആ കൈ ഒടിഞ്ഞിരുന്ന സമയത്ത് ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി ആ കുഞ്ഞിന് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. കാമമൂത്തൊക്കെ തല കയറി ഇരിക്കുമ്പോൾ മോളെയൊക്കെ എന്തോ പറയാനാണ്. നേരത്തെ ഒരുത്തം കിട്ടിയ അഖിലെന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ കണ്ടവന്മാരുടെ കൂടെ നിരങ്ങാൻ പോകുന്ന അറിഞ്ഞിട്ടാണ് അവൻ കൊണ്ട് ജീവൻ കളഞ്ഞത്. ഇവൾക്ക് വെള്ളം കൊടുക്കരുത്. ഇവളെ വെള്ളം കൊടുക്കാതെ അതുപോലെ കിടത്തണം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവളെ പിന്നെ എന്തെടുക്കണം, അവിടെ വല്ലതും ഭിത്തി ഉണ്ടെങ്കിൽ അവിടെയും കൊണ്ട് തലയിടിപ്പിക്കണം അവിടെ. എന്നിട്ട് അവിടെ കിടത്തണം. എന്നിട്ട് അവൾ അവിടെ പെടഞ്ഞ് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പോലെ മോളെയൊക്കെ എന്തോ പറയാനെന്ന് പറ. ആ കുഞ്ഞ് മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും കുഞ്ഞിൻ്റെ വായിൽ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. മരിച്ച സമയത്ത് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഇവൻ അളിയൻ അവിടെ ചെന്ന സമയത്ത് കുഞ്ഞിങ്ങനെ മലന്ന് കിടക്കുകയാണ്. അപ്പോഴാണ് കുഞ്ഞിന് ആഹാരം വായി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ കുഞ്ഞ് മരിച്ചെന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട് ആൾക്കാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവൻ എന്ത് ദ്രോഹിയാണെന്ന്. അതിൻ്റെ വടി ഇന്നലെ കണ്ടെടുത്ത് ആ കുഞ്ഞിനെ എടുത്തിട്ട് അടിക്കുന്നത്, സിഗരറ്റൊക്കെ വെക്കുക എന്ന് പറഞ്ഞ് എന്തുവാണ് ഇത്? അപ്പോൾ ഇവനെ കണ്ട എന്തൊരു മാന്യനാ ഈ മോനെ. പിന്നെ എന്തോ പറയണം. എനിക്കാണെങ്കിൽ ഇവിടെ ലിമിറ്റുണ്ട്. അപ്പുറത്തൊക്കെ ആൾക്കാരൊക്കെ വന്ന് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. സിഗരറ്റ് കുറ്റി വെച്ച് കുത്തിയതുപോലുള്ള പാടായിരുന്നു. ഏകദേശം 6 പാടി കുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ചൂടുവെള്ളം വീണത് എന്നാണ് പറയുന്നത്. വീണ്ടും ഞാൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവൻ കരഞ്ഞ് അഭിനയിച്ചു. അതിനുശേഷം ഇവിടുത്തെ മറിയം ഹോസ്പിറ്റലിലെ ഡോക്ടർ റിപ്പോർട്ട് ഇവൻ എന്താ കരഞ്ഞതായോ? രണ്ടും കൂടെ ചേർത്ത് പോയത് നിങ്ങൾ കണ്ടായിരുന്ന ആരെങ്കിലും? ആ ഒരു വീഡിയോ രണ്ടും കൂടെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോവുകയൊക്കെ ചെയ്തത്. രണ്ടും കൂടെ ചേർത്ത് പിടിക്കുന്നത്. നമ്മുടെ അമ്മയുടെ 16 അവിടെ സ്വന്തം തള്ള വരെ പറയുന്നുണ്ട് എൻ്റെ മോളല്ല, അവർക്ക് പോലും അറപ്പായിപ്പോയെന്നുള്ള രീതിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടി നിനക്കൊക്കെ വയ്യെങ്കിൽ നീ ഒന്നും കൊച്ചിനെ ഉണ്ടാക്കരുത് മൈര. പിന്നെ എന്തിനാ ഈ ബേക്കസോട് കോണ്ടോം പഴമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കിഴപ്പാണെങ്കിൽ നീക്ക് കിഴപ്പ് തീർക്കുക, അത് മേടിച്ചിട്ടിട്ട് തീർക്കാൻ നോക്കുക. അതാ കുറച്ചും കൂടെ അന്തസ്. അവരത് 51 മുറിവെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ കൊച്ചെത്രമാത്രം വേദന അനുഭവിച്ചു കാണും, എത്രമാത്രം. എനിക്ക് പോലും ഒരു എന്താ പറയണ്ട, ഒരു മുട്ടുസൂചി ഉണ്ടാകുന്ന നമുക്ക് പേടിയാ. ചേട്ടൻ പറഞ്ഞേ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം റെഫർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഇവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റാനുള്ള തന്ത്രപ്പാടാണ് അവൻ ചെയ്തത്. അതായത് ഈ കൂടെ നിൽക്കുന്ന ഈ നാട്ടുകാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. കുട്ടിക്ക് ചോറ് കൊടുത്തപ്പോൾ ഈ കുട്ടി വൊമിറ്റ് ചെയ്ത് ഛർദ്ദിച്ചു മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവന്റെ അളിയൻ അൻസൽ എന്ന് പറയുന്നത് ഇവന്റെ അളിയൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്. കയറി വരുമ്പോൾ ഈ കുട്ടി കണ്ണ് രണ്ടും അടച്ച് തല കുമ്പിട്ട് കിടക്കുന്ന കുട്ടിക്ക് ചോറ് വാരി കൊടുക്കുകയും, അതായത് കുട്ടിയെ മുൻപേ കൊന്നിട്ട് ചോറ് കൊടുത്തപ്പോൾ മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ഇവന്റെ അളിയനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഇവൻ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കും. സൈക്കോ അങ്ങനെ തന്നെ പറയാം. ഇവനൊക്കെ ചുമ്മാ കണ്ടാ മാനിയൻ. എന്നെ കണ്ടിട്ട് അങ്ങനെ അവനെ തോന്നുന്നത് മാനിയനാ. ഇങ്ങനെ കുറെ തന്തയ്ക്ക് പറക്കാത്തവന്മാർ ഞങ്ങളുടെ നാട്ടിലും ഉണ്ട്. മാന്യന്മാരായിട്ട് നടക്കുന്ന കുറെ എണ്ണമുണ്ട്. ഉള്ളിലെന്താണെന്നൊന്നും അറിയത്തില്ല, അത് വേറെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുമില്ല. എനിക്ക് ഞാൻ ഇതൊന്നുമല്ല വെക്കുന്നത്. ഇവന്റെ ആദ്യ ഭാര്യയുടെ അവസ്ഥ അത് നിങ്ങളൊന്ന് കണ്ടു കണ്ടോ? ആ പാവത്തിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? 13 മാസമാണ് കോമയിൽ കിടന്നത്. 13 മാസം ഇവനെ പിറ്റേലെടുത്തിട്ട് അടിച്ചതാണ്.
അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവിടുത്തെ പോലീസൊക്കെ എന്ത് പഴം ഉണ്ടായിക്കൊണ്ടിരുന്ന 13 മാസം ഒരു പെണ്ണി ഒരു കോമയെ കിടക്കുമ്പോൾ പോലീസ് ഇതൊന്നും അറിഞ്ഞില്ല, ഇവരാരും കേസും കാര്യങ്ങളൊന്നും കൊടുത്തില്ലെന്ന് ഞാൻ ആലോചിച്ച് പോകുന്നത്. അപ്പൊ ഇത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയാണ്, കംപ്ലൈന്റ് കൊടുത്തെന്നുള്ളൊരു ഇത് ഉണ്ട്, പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയാണത്. അത് മാത്രമല്ല, ഈ പെണ്ണിന് വിഷം കൊടുക്കാൻ നോക്കിയായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഫാനെ കെട്ടി തൂക്കാൻ നോക്കി, അടി ഇടി തൊടി പുറം വഴി ചവിട്ട് കുത്ത് ഇതൊക്കെയായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവിടെ എടുത്ത് പോയത് ആ അഖിലെന്ന് പറയുന്ന ഇവിടെ ആദ്യ ഭർത്താവ് ജീവിതം ഇതാക്കുമായിരുന്നു, ആത്മഹത്യ ചെയ്യുമായിരുന്നവനാ. അപ്പൊ അവൻ എത്രമാത്രം നൊന്ത് കാണും. ഇവിടെ പോലെ ഒരു പല തന്തൊക്കെ ഉണ്ടായ അവള് കാണിച്ചു തോന്നിവാസത്തിന്. ഞാൻ എന്തും കൂടെ വെച്ചുതരാം. ഒന്ന് പേടിക്കൊണ്ട് പൊലയാടി മോനെയൊക്കെ എന്തോ പറയാനാന്ന് പറ. ഇതാ കുഞ്ഞിനെ വടി കണ്ടുപിടിക്കുന്ന സംഭവമാണ്. ആ വടി അടിച്ചിട്ട് അവൻ അവിടെ അങ്ങോട്ട് എടുത്തിടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. പോലീസുകാർക്ക് സന്തോഷം എന്താണെന്നറിയാവോ? കേസ് തെളിയിച്ചല്ലോ. ഇത് ആ ഒരു സന്തോഷമാണ്. ഞാൻ മിക്കയിടത്തും കാണുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ അടുത്ത സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു അമ്മ എടുത്ത് കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുകാർ കേസൊക്കെ ഞങ്ങൾ കേസ് കളിച്ചില്ലേ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സന്തോഷം കാര്യങ്ങളൊക്കെ അവർ ഡ്യൂട്ടി ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇവന്മാരെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വിട്ടുകൊടുക്കണം, ജനങ്ങൾ കൈകാര്യം ചെയ്യണം ഇവനെ പോലുള്ളവനെയൊക്കെ. ആ കുഞ്ഞിനെ ആലോചിച്ച നാട്ടുകാർ അത്രയ്ക്ക് ഇളകിയിട്ടാണ് എടുത്തിട്ട് പൊട്ടിച്ചത്. ആ കുഞ്ഞിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 1.5 വയസ്സുള്ള കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവനൊക്കെ നമ്മൾ അനുഭവിച്ച ഒരു 1.5 വയസ്സ് അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പൊറുക്കാൻ പറ്റുമോ ഇതൊക്കെ? നീയൊക്കെ ഗതി പിടിക്കുവോ? ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഡാൻസ് പഠിപ്പിച്ച പോലെ പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ ആ അമ്മമാരെ നിങ്ങളോട് ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ആ ചെലങ്ക അഴിച്ച് എവിടെയെങ്കിലും ദൂരെ കളയുക, എന്നിട്ട് ഏതെങ്കിലും അക്കാഡമി പോയിട്ട് പോലെ ആദ്യം തൊട്ട് പഠിക്കാൻ നോക്കുക. മനസ്സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ഇവള് പഠിപ്പിച്ച പിള്ളേരുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്കും ജീവിതകാലം കഷ്ടകാലമായിരിക്കും ഉറപ്പായിട്ടും. അതുപോലത്തെ ഒരു അപരാധി മോളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. 1.5 വയസ്സുള്ള ആ കുഞ്ഞിന്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എടാ മണ്ടന്മാരെ, അവിടെ വല്ല കല്ലുണ്ടെങ്കിൽ വലിച്ചെറിയുക, അവന്റെ തലയടിച്ചങ്ങ് പൊട്ടിക്കുക. പോലീസിന്റെ പ്രൊട്ടക്ഷനോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഉന്നം വെച്ച് അവന്റെ തലയെറിഞ്ഞു കൊണ്ട് 10 ഏറിൽ ഒന്നെങ്കിലും അവന്റെ തലയിൽ കൊണ്ടാൽ മതി. അങ്ങനെങ്കിലും ചെയ്യാൻ നോക്കി. ഇടിക്കാൻ ചെല്ലുമ്പോഴും ഇവർ മാറ്റാൻ നോക്കുന്നത്. എനിക്കാണെങ്കിൽ അങ്ങ് പതിച്ചു പോല. എനിക്ക് അവനെക്കാടിലും കലിപ്പ് അവളോട് ആ തള്ളച്ചിയോട്. ഇതുപോലുള്ള കുറെ അവൾമാരുണ്ട്, സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം നടക്കുന്ന കുറെ അവൾമാർ. അവളുടെ കാര്യങ്ങൾ, വീട്ടുകാരുടെ കാര്യങ്ങൾ ചിന്തയില്ല, ഇങ്ങനെ നടക്കും കിഴപ്പ് തീർക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറെ പരാതി മക്കൾ. അങ്ങനെ തന്നെ പറയണം. ഇന്ന് എന്റെ വീഡിയോയിൽ പ്രതികരിച്ച സമയത്ത് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുഞ്ഞ് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പീഡനങ്ങൾ അറിഞ്ഞിട്ട് അത് പ്രതികരിക്കാതിരുന്ന നാട്ടുകാർ ഈ കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെടേണ്ടവരാണെന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ ഈ പറയുന്ന നാട്ടുകാരെല്ലാം ഓൺലൈൻ മാധ്യമങ്ങൾ വേട്ടയാടുമ്പോഴും സത്യം എന്നുള്ളത് നിങ്ങൾ എവരുടെ വായിൽ നിന്ന് അറിയാം. മീഡിയ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത്രയും വൈകാരികമായി ഇടപെട്ട നാട്ടുകാരെ കുറിച്ച് മീഡിയ വളരെ മോശമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാര്യം ഈ വിവരം നാട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. വെറും ആശുപത്രിയിലെ 3 ദിവസത്തെ റിപ്പോർട്ട് വെച്ചാണ് നാട്ടുകാർ മീഡിയയോട് സംസാരിച്ചത്. മീഡിയ അത് റിപ്പോർട്ട് ചെയ്തത് നാട്ടുകാർക്ക് നേരത്തെ അറിയാമായിരുന്നു. ആ ഒരു ഭാഗമായിട്ടാണ് ഇവൻ പറഞ്ഞൊരു കമന്റ്. അപ്പൊ അവൻ ഈ കുട്ടിയെ പല സ്ഥലത്തോടെ വെച്ച് കണ്ടിട്ടുണ്ട്, കൈയൊടിഞ്ഞ് കണ്ടിട്ടുണ്ട്. നമുക്ക് അത് കൊലപാതകത്തിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലോട്ടാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റും. പലരും പല കുട്ടികളും പല സ്ഥലത്ത് വെച്ച് കൈയൊടിഞ്ഞ് കരഞ്ഞു കണ്ടിട്ടുണ്ട്. നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് ഇത് കൊല്ലാൻ വേണ്ടിയാണ് ചിന്തിക്കുന്നത്. അതുപോലെ അവൻ ചിന്തിക്കുന്നത്. പക്ഷേ അവൻ പറഞ്ഞ ആ ഒരു ബിറ്റിനെ നെഗറ്റീവായിട്ട് മീഡിയ വളരെ രീതിയിലധികം മോശമായിട്ട് പ്രദേശം നോക്കിയാൽ മനസ്സിലാവും വളരെയധികം വിജനതയാണ്. കാരണം അവിടെ അധികം അടുത്തുള്ള വീടുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാലും പുറത്തറിയുന്ന വളരെയധികം കുറവാണ്. മാത്രമല്ല കുഞ്ഞിന് 2 കൈ കുടിഞ്ഞിട്ട് ഈ ആശുപത്രിയുടെ പരിശോധിച്ച ഡോക്ടർ 2 കൈയും പ്ലാസ്റ്ററുടെ ഡോക്ടർക്ക് ചിന്തിക്കാം കുട്ടിക്ക് വേറെ എന്തെങ്കിലും പറ്റിയോ അല്ലെങ്കിൽ മുറിവുണ്ടോ അതൊന്നും നോക്കിയോ പരിശോധിക്കുകയോ അത് സംശയം പോലും ചെയ്യുന്നില്ല, നോക്കുന്നില്ല. മാത്രമല്ല ഇത്രയും കവർ ചെയ്ത ഒരു മീഡിയയും നേരത്തെ കുട്ടിയുടെ പ്ലാസ്റ്റർ ആരാണെന്ന് വെച്ചാൽ അത് ആ ആശുപത്രി ഏതാണെന്നോ ഏത് ഡോക്ടറാണെന്നോ അങ്ങോട്ട് പോവുകയോ അവിടത്തെ പറ്റി ഒന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം അന്വേഷിക്കേണ്ടതാണ് കൃത്യം ആര് ചെയ്യുന്നല്ല, കൃത്യം എന്താണ് ആ ഡോക്ടർ കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്താണ് നമുക്ക് അവർക്ക് നേരെയും കൂടി വിളിച്ചുകൊണ്ടേണ്ടതാണ്. ഇവിടെ എന്തൊരു കാര്യം വന്നാലും നമുക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കുന്നത് ഇറങ്ങുന്ന പിന്നെ ചെറുപ്പക്കാരും ബാക്കിയുള്ള നാട്ടുകാരും എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ഇങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇവിടെ ഇങ്ങനെ ഇത്രയും ക്രൂരമായ രീതിയിൽ ഇങ്ങനെ ഒരു
ഇതൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ എല്ലാരും കൂടെ നാട്ടുകാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇവരാരും ഒന്നും പ്രതീക്ഷിക്കുന്ന പോലും ഇല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ. ഏതെങ്കിലും അമ്മമാര് ആ കുഞ്ഞിനെ നിങ്ങൾ കണ്ടില്ല അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ പറയാ, നാട്ടുകാരെന്തിനാ അതിന് കുറ്റം പറയുന്നത്? പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാന്. എനിക്കാണെങ്കിൽ ഇവിടെ ആൾക്കാരും നിൽപ്പുണ്ട്. തൊലയണം അവനൊക്കെ ഇവിടെ ഒക്കെ. ഇവക്കൊക്കെ തൂക്കുകയറ് തന്നെ കൊടുക്കണം. ഇവിടുത്തെ സിസ്റ്റം മാറിയേ പറ്റി. ഇതുപോലുള്ളവന്മാരെയൊക്കെ തൂക്കിക്കൊല്ലണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അവിടെ മൊഴിയെടുപ്പ് കൊണ്ടുവന്നായിരുന്നെങ്കിൽ അവിടെ പോയി കല്ലെറിയായിരുന്നു. അവിടെ പോയി